ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KCC 15-ന്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം, സ്വാഗതം. KCCയുടെ അവസാനത്തെ ക്ലാസ്സാണ്. 13, 14, 15 എന്നീ ക്ലാസ്സുകളിലൂടെ 18 സ്ലോട്ടുകൾ വീതം നിങ്ങൾ പഠിക്കുന്നു. ഇത് 54ാമത്തെ ക്ലാസ്സാണ്. വൈവിധ്യമാർന്ന ജീവിതഗന്ധിയായ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തിയ സഭാത്മക പഠനങ്ങൾ ഒരുപാടെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. തീർച്ചയായും നിങ്ങളുടെ യുവത്വത്തിന്, ക്രിസ്തീയ മുന്നേറ്റത്തിന്, ക്രിസ്തീയതയുടെ പരിപൂർണതയിലേക്ക് ഉള്ള നിങ്ങളുടെ കുതിപ്പിന് ഈ വിഷയങ്ങളുടെ പഠനമെല്ലാം സഹായകരമാകും എന്ന് പ്രത്യാശിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുന്ന ഓരോ യുവജനങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു വിഷയമാണ്. എങ്ങനെയാണ് ക്രൈസ്തവ ആധ്യാത്മികതയിൽ വിശുദ്ധരായി മുന്നേറുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ പഠനമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. മാനസാന്തരവും നിരന്തരമായ വിശുദ്ധീകരണവും എന്നതാണ് നമ്മുടെ വിഷയം. എങ്ങനെയാണ് നിരന്തരമായ വിശുദ്ധീകരണത്തിലൂടെ ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുന്നത്? 10 പടികൾ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിശുദ്ധിയിൽ വളരുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. വിശുദ്ധിയിൽ വളരുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു സൈക്കിള് ചവിട്ടുന്നയാള് എപ്പോഴാണോ സൈക്കിള് ചവിട്ടുന്ന പ്രോസസ്സ് നിർത്തുന്നത്, അപ്പോൾ അയാൾ വീഴാൻ ആരംഭിക്കും അഥവാ വീണിരിക്കും. വിശുദ്ധിയിലേക്കുള്ള വളർച്ചയും അപ്രകാരം തന്നെയാണ്. ആ ശ്രമം എപ്പോഴാണോ തുടരാത്തത്, അപ്പോൾ അശുദ്ധിയിലേക്ക് പോവുക ഉറപ്പാണ്. എപ്പോഴാണോ ബോധപൂർവകമായ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ മതിയാക്കുന്നത്, ആ നിമിഷം നമ്മൾ അശുദ്ധിയിൽ വീണിരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, പ്രത്യുത ഒരു യാത്രയുടെ പേരാണ്. അത് അവസാനിക്കുന്നത് നിത്യജീവന്റെ കിരീടം അണിയുമ്പോഴാണ്. അതുവരെയും അവിശ്രാന്തം, അവിരാമം, അനുസ്യൂതം നാം വിശുദ്ധിയിലേക്കുള്ള പാതയിൽ സധൈര്യം മുന്നേറാനുള്ള നമ്മുടെ കടമയിൽ നിന്ന് പിന്മാറരുത്. എന്താണ് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിലെ ഏറ്റവും വലിയ തടസ്സം? പാപത്തിലേക്കുള്ള ചായ്വ്. അതെനിക്ക് ജന്മസിദ്ധമാണ്. നമുക്ക് അതിനെ ഉത്ഭവ പാപം എന്ന് വിളിക്കാം. റോമാലേഖനം 7-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്റെ ശരീരത്തിൽ എന്നിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പ്രകൃത്യ നമുക്ക് ജന്മസിദ്ധമായി തന്നെ പാപത്തിലേക്ക് ചാച്ചിലുണ്ട് എന്ന് ഈ വചനം നമ്മെ മനസ്സിലാക്കി തരും. പാപത്തോടുള്ള ആകർഷണമുണ്ട്, പാപത്തോടുള്ള ചിന്ത, പാപകരമായ ചിന്ത, പാപകരമായ വാക്കുകൾ, കാഴ്ചകൾ, കൂട്ടുകെട്ട്, വേഴ്ചകൾ, പഠനങ്ങൾ, പ്രവർത്തികൾ, പാപം നൽകുന്ന ക്ഷണികമായ സുഖങ്ങൾ, ഇതെല്ലാം മനുഷ്യന് ജന്മസിദ്ധമാണ്. നാം ഓരോരുത്തരും കൂടെ കൊണ്ട് നടക്കുന്നതുമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം: ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അഭികാമ്യവും. കണ്ടോ, ആസ്വാദ്യമാണ്, കൗതുകകരമാണ്, അഭികാമ്യം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അവളത് പറിച്ചു നിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും. അന്ന് തൊട്ടേ നിഷിദ്ധമായതിനോടുള്ള ചാച്ചിൽ മനുഷ്യവർഗത്തിന് മുഴുവൻ ജന്മസിദ്ധമായി
കൈമാറപ്പെട്ടു. ആദത്തിന്റെയും ഹവായുടെയും നന്മയുള്ള വശങ്ങൾ മാത്രമല്ല, തിന്മയുള്ള വശങ്ങളും നമ്മുടെ കൂടെ കൂടി വന്നു. നന്മയുള്ള വശങ്ങളായിട്ടുള്ള ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും ഒപ്പം തന്നെ ഈ തിന്മയുടെ വേരും നമ്മളോടൊത്ത് അതിന് ജന്മനാ തന്നെ സംസിദ്ധമായി എന്ന് അർത്ഥം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവര് കേട്ടു. അവര് ഭയന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുത്തെ പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു നിലപാടിലേക്ക് അയാൾ മാറുകയാണ്. അതിനു മുമ്പ് ദൈവവുമായിട്ട് ഒരുമിച്ച് സംസാരിച്ച ഒരാള്, ഒരു പുരുഷൻ ഇതാ ദൈവത്തിന്റെ പാദപതന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയം ഒളിക്കുന്നു. ഈ ഭയം നിരന്തരമായി നമ്മിലേക്കും വരുന്നു. ദൈവത്തെ പേടിയായിക്കൊണ്ടുള്ള അവസ്ഥ. ദൈവം എൻ്റെ ദൈവമാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ് എന്നതിനപ്പുറത്തേക്ക് എന്നെ ശിക്ഷിക്കുന്നവനാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് എപ്പോഴും എന്നെ ശിക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവനാണ് എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള സമ്പർക്കത്തിൽ നിന്ന് അവൻ ഓടി ഒളിച്ചു. പക്ഷേ നീ എവിടെയാണ്? ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഓടി ഒളിച്ചതാണ്. ഇത് നമ്മൾ കണ്ടു. എന്നാൽ ദൈവം അവനെ അവിടെ അങ്ങനെ വിട്ടില്ല. 21 നമ്മൾ കാണുന്നു, ദൈവമായ കർത്താവ് തോല് കൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അവിടുന്ന് അവരെ നഗ്നരാണ് എന്നറിഞ്ഞുകൊണ്ട് ഇലകൾ തുന്നി ഉണ്ടാക്കി അവരവിടെ നിന്നു. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവിടുന്ന് അവരെ വസ്ത്രം ധരിപ്പിച്ച് മതിയായ രീതിയിൽ അവരെ ഉടുപ്പിച്ചതിന് ശേഷം വിട്ടു. എങ്കിൽ ഇതാ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ അവിടുത്തെ പരിശുദ്ധിയിൽ ഭാഗഭാക്കാകുവാൻ സഹായിക്കുന്ന നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൃപാവരം എന്നത് കൂദാശകളിലൂടെ നാം ഇവിടെ വീണ്ടെടുക്കുകയാണ്. കൂദാശകളിലൂടെ ദൈവം അവിടുത്തെ പരിശുദ്ധിയിൽ ഭാഗഭാക്കുകളാകാൻ നമ്മെ സഹായിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ കൃപാവരം വീണ്ടെടുക്കാൻ കൃപയാൽ അവിടുന്ന് സമ്മതിക്കുന്നു. പാപമോചനത്തിന്റെ കൂദാശകൾ ഏതൊക്കെയാണ്? നാം കൃപാവരത്തിലേക്ക് അടുക്കുന്നത് കൂദാശകളുടെ പരികർമ്മത്തിലൂടെയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പാപമോചനത്തിന്റെ കൂദാശകൾ? ഒന്നാമതായി ജ്ഞാനസ്നാനമാണ് പാപമോചനത്തിന്റെ കൂദാശ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1263 പറയുന്നു, മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉത്ഭവ പാപങ്ങളും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ അഥവാ മാമോദീസ മുങ്ങിയവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, ആദത്തിന്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിന്റെ അനന്തര ഫലങ്ങളാകട്ടെ, നിലനിൽക്കുകയില്ല. പൂർണ്ണ വിശുദ്ധനായിട്ടാണ് ജ്ഞാനസ്നാനത്തിൽ ആ കുഞ്ഞ് അഥവാ ജ്ഞാനസ്നാനത്തിന് വിധേയനാകുന്ന വ്യക്തി അവിടെ ഉണ്ടാകുന്നത്. വീണ്ടും പാപമോചനത്തിന്റെ കൂദാശകൾ. ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് കൊണ്ട് പാപത്തിലേക്കുള്ള ചാച്ചിൽ മാറുന്നില്ല. പക്ഷേ പാപത്തിന്റെ എല്ലാ അനന്തര ഫലങ്ങളും അവിടെ ഇല്ലാതെയാകുന്നു. ആ വ്യക്തിയിൽ പാപത്തിലേക്കുള്ള ചാച്ചിൽ ദൈവകൃപയാൽ അവൻ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത് പാപമോചനത്തിന്റെ കൂദാശ, വിശുദ്ധ കുർബാന. ക്രിസ്തുവിന്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ക്രിസ്തുവായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തും. അവന്റെ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും മാരക പാപങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. മാരക പാപങ്ങൾ പറഞ്ഞു കുമ്പസാരിക്കേണ്ടതാണ്. അതിന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരു പ്രതിവിധിയല്ല. അപ്രകാരം സ്വീകരിക്കുന്നത് കൂടുതൽ മാരകമായ പാപമായി. എന്നാൽ ലഘുപാപങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. ഇവിടെ മാരക പാപങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത് ദിവ്യകാരുണ്യം വഴിയായി നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധം വർദ്ധിക്കുന്നു. അത് രക്ഷാകരമായ ഒരു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടുള്ള നമ്മുടെ ബോധം രൂപപ്പെടുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഐക്യം ദൃഢപ്പെടുത്തുന്നു. തൽഫലമായിട്ട് മാരകപാപങ്ങൾ നാം ഒഴിവാക്കും. എന്നാൽ ഏതെങ്കിലും നിർഭാഗ്യവശാൽ ഏതെങ്കിലും പാപങ്ങൾ ചെയ്തുവെങ്കിൽ തീർച്ചയായും വിശുദ്ധ കുർബാനയ്ക്ക്
മുമ്പായി കുമ്പസാരിക്കേണ്ടതാണ്. കുർബാന നമ്മിൽ ജ്വലിപ്പിക്കുന്ന അതേ സ്നേഹത്താൽ അത് ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള മാരക പാപങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. നാം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എത്ര കൂടുതലായി പങ്കുചേരുകയും അവിടുത്തെ സൗഹൃദത്തിൽ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നുവോ അത്രമേൽ പ്രയാസമായിരിക്കും മാരകപാപം വഴി അവിടെ നിന്ന് വേർപെട്ടു പോകാൻ. അതായത് ഇതൊരു ഇൻഷുറൻസാണ്, ഒരു കവചമാണ് വിശുദ്ധ കുർബാന. പാപങ്ങൾക്കെതിരെയുള്ള ഒരു കവചവും ഒരു മനോഭാവത്തിന്റെ ദൃഢമായ രൂപീകരണവുമാണ് വിശുദ്ധ കുർബാനയിൽ. പുരോഹിതൻ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും പാപമോചനത്തിന്റെ കൂദാശയായ തിരുബലിയിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. എപ്പിക്ലേസിൽ മുഖക്ഷണ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. പ്രത്യാശയോട് കൂടിയുള്ള ഈ പ്രാർത്ഥനയിൽ, ഗുഹാക്ഷണ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോ നമ്മൾ നേരത്തെ കണ്ട സംഗതി ഇതാണ്. മതബോധനം, കത്തോലിക്ക സഭയുടെ മതബോധന നമ്പർ 1416 ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തിക്കൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരിക്കുന്ന വ്യക്തിയും ഈശോയും തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയുമായിട്ടുള്ള ഐക്യം ദൃഢപ്പെടുത്തുന്നത് കൊണ്ട് ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, മാരകപാപങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. അടുത്ത പാപമോചനത്തിന്റെ കൂദാശകളിലെ ഏറ്റവും സാധാരണമായിരിക്കുന്നതും അനുപേക്ഷണീയമായിരിക്കുന്നതുമായത് വിശുദ്ധ കുമ്പസാരമാണ്. അത് മാനസാന്തരത്തിന്റെ കൂദാശയാണ്. എന്ന് വെച്ചാൽ പാപം ചെയ്യുകയില്ല എന്ന മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ദൃഢമായ പ്രതിജ്ഞ അവിടെ വേണം. ഒരു ശീലം എന്ന നിലയ്ക്ക്, ഒരു കടമ എന്ന നിലയ്ക്ക് മാനസാന്തരത്തിന്റെ അനുഭവം ഇല്ലാതെ ഈ വിശുദ്ധ കുമ്പസാരത്തിന് അണയരുത്. പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനാണെന്നും ഉള്ള മനോഭാവത്തിന്റെ പേരാണ് മാനസാന്തരം. അനുതാപം എന്നത് ഹൃദയത്തിനകത്തുള്ള നീറ്റലാണ്, അനുതാപമാണ്, കൂടെയുള്ള ചൂടാണ്. എന്താണ് നമുക്ക് അതിന്റെ ആക്ഷരികമായിട്ടുള്ള അർത്ഥം? കൂടെ ഉള്ള ആ ഒരു അത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ആ ഹൃദയത്തിന്റെ ഉള്ളെരിച്ചിൽ ഉണ്ടാവണം. എന്റെ ദൈവത്തെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവത്തെയും സഹോദരനെയും ഞാൻ ദ്രോഹിച്ചുവല്ലോ എന്നത് ഉത്തമ അനുതാപമാണ്, ഉത്തമ മനസ്താപമാണ്. എന്നാൽ നരകത്തിന് യോഗ്യനായി തീർന്നല്ലോ എന്ന ഭയം കൊണ്ടാണ് എങ്കിൽ അത് അടിമ മനസ്താപമാണ്. രണ്ടും അനുപേക്ഷണീയമായ കാര്യമാണ്. രണ്ടിന്റെയും കലർപ്പാണ് അനുതാപ കൂദാശയിൽ. നമ്മുടെ അനുതാപത്തിൽ നമുക്ക് മനോഭാവം ഉണ്ടാകേണ്ടത്. ദൈവശിക്ഷയ്ക്ക് ഞാൻ വിധേയനാകേണ്ടതായിരുന്നുവല്ലോ എന്ന ഭയവും, എന്റെ ദൈവത്തെ, എന്നെ നിരുപാധികം സ്നേഹിക്കുന്ന സ്നേഹം തന്നെയായ എന്റെ ദൈവത്തെ ഞാൻ ദ്രോഹിച്ചല്ലോ എന്ന ചിന്തയുമാണ് അനുതാപത്തിൽ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. വീണ്ടും അത് ഏറ്റുപറച്ചിലിന്റെ കൂദാശയാണ്. ഒന്നും മറച്ചു വെക്കാതെ എന്നെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്നതിന്റെ പേരാണ് ഏറ്റുപറച്ചിൽ. ഒന്നിനെ കുറിച്ചും ആകുലതയില്ലാതെ എന്റെ കർത്താവിനോടാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഒരു കുറച്ചിലിന്റെ മനോഭാവമില്ലാതെ ഏറ്റുപറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. തമ്പുരാനെ തെറ്റിപ്പോയി എന്ന മനോഭാവത്തോടുകൂടെ അവിടെ ചെന്ന് പറയണം. അത് ആരാ കേൾക്കുന്നത്? ഒരു വൈദികനാണ് കേൾക്കുന്നത്, ലോകം നോക്കുമ്പോഴും നമ്മൾ നോക്കുമ്പോഴും. എന്നാൽ അവിടെ ഇരിക്കുന്നതും കേൾക്കുന്നതും ഹൃദയഭാരത്തോടും കൂടെ ശ്രമിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ആ വൈദികനല്ല, പ്രത്യുത ഏൽപ്പിച്ച സഭയിലൂടെ നമ്മുടെ ഈശോയുമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അടുത്തത് ക്ഷമിക്കലിന്റെ കൂദാശയാണ്. ക്ഷമിക്കലിന്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് ക്ഷമ കിട്ടും, നല്ല കാര്യം, അത് കിട്ടുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മളും ക്ഷമിക്കണം. ക്ഷമിക്കലിന്റെ കൂദാശ എന്ന് പറഞ്ഞാൽ ദ്വിതലമാണ്, 2 തലത്തിലാണ്, 3 തലത്തിലാണ് കൃത്യമായി പറഞ്ഞത്. ഒന്നാമത്തേത്, നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം.
നമ്മളോട് തന്നെ ക്ഷമിക്കണം. അയ്യോ എനിക്കിത് പറ്റിപ്പോയല്ലോ, ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ മോശക്കാരനായിപ്പോയല്ലോ, നമ്മളോട് തന്നെ ക്ഷമിക്കണം. അതങ്ങനെ ഒന്നും ചിന്തിക്കരുത്. രണ്ടാമത്തേത്, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഹൃദയപൂർവകമായി അവരോട് ക്ഷമിച്ചിട്ടേ നമ്മൾ ക്ഷമിക്കേണ്ടത്, നമുക്ക് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഈ മാനസാന്തരത്തിന് അണയേണ്ടതുള്ളൂ, ഉപസാരത്തിന് അണയേണ്ടതുള്ളൂ. അതുകൊണ്ട് പരസ്പരമുള്ള കൂദാശയും പരസ്പരമുള്ള ക്ഷമിക്കലും സ്വയമുള്ള ക്ഷമിക്കലും നിർബന്ധമാണ്. മാത്രമല്ല ദൈവം ക്ഷമിക്കുന്നു എന്ന ഉറച്ച ബോധ്യം ഉണ്ടാവണം. അടുത്തത് അനുരഞ്ജനത്തിന്റെ കൂദാശയാണ്. ഇവിടെ അവനോട് ക്ഷമിച്ചാൽ മാത്രം പോരാ, ലോഹ്യത്തിൽ പ്രവർത്തിക്കും. അവൻ എന്നോട് ഒരു തെറ്റ് ചെയ്തു, അവനോട് ഞാൻ ക്ഷമിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കടാവിട്ടുകയില്ല ഇത് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അനുരഞ്ജനത്തിന്റെ കൂദാശയാണ്. ചെന്ന് ക്രൈസ്തവമായ സ്നേഹത്താൽ പ്രചോദിതരായി സ്നേഹത്തിന്റെ പുതിയ ഗാഥകൾ രചിക്കാനും അനുരഞ്ജനത്തിന്റെ മാർഗത്തിൽ മുന്നേറുവാനും ഈ കൂദാശ നമ്മെ പ്രാപ്തരാക്കുന്നു, യോഗ്യരാക്കുന്നു, നിർദ്ദേശിക്കുന്നു. അതേസമയം സത്യസന്ധമല്ലാത്ത കുമ്പസാരവും അയോഗ്യമായ കുർബാന സ്വീകരണവും വിപരീതമായ ഫലം ഉളവാക്കുന്നതിന് ഒരു സംശയവുമാണ്. ശരീരം വിവേചിച്ചറിയാതെ, അതായത് തിരുശരീരത്തിന്റെ മഹത്വം അറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ താക്കീത് നൽകുന്നത് അക്കാരണത്താലാണ്. പോരാ, അദ്ദേഹം അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റൂടെ പറയുന്നുണ്ട്. നിങ്ങൾ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. എത്രമാത്രം ഭയഭക്തിയോടും ഒരുക്കത്തോടും കൂടെയാണ് നമ്മൾ സമീപിക്കേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് എന്നുള്ളത് ഇത് നമ്മെ ബോധ്യപ്പെടുത്തും. ഇനി സ്ഥായിയായ മാനസാന്തരം എന്നതിലേക്ക് നമ്മൾ കടക്കുന്നു. സ്ഥായിയായ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി പറഞ്ഞാൽ അത് ഇതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:22-24 അതിന്റെ സൂചനയാണ്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ നമ്മിലെ പാപേച്ഛയുള്ള ജഡികാസക്തിയുള്ള ലോകത്തോട് പൊരുത്തപ്പെടുന്ന കലഹപ്രിയനായ മദ്യാസക്തനായ കാമാസക്തനായ നമ്മിലെ ഇരുണ്ട മനുഷ്യനെ ദൂരെ എറിയാനാ പറയുന്നത്. ഇവരങ്ങനെ എളുപ്പത്തിൽ പോവുകയാണ്. പക്ഷേ അതൊരു നിരന്തരമായ സമരം. ഈ സാധ്യത എനിക്ക് ഉണ്ട് എന്നുള്ള അറിവാണ് മാനസാന്തരത്തിന്റെ ആദ്യത്തെ പടി. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. ചൈതന്യമുള്ള മനസ്സ്, ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവൻ അകലെ നിൽക്കും. ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥ, പാപകരമായ സാദൃശ്യത്തിലുള്ള ആ മനുഷ്യൻ അങ്ങ് മാറി നിൽക്കും. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. ഇവിടെ ഒരു മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു മനുഷ്യനെ സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനമാണുള്ളത്. നടുവിലുള്ളത് മനസ്സിന്റെ ചൈതന്യത്തിന്റെ നവീകരണമാണ്. ഇതാണ് ഓൺഗോയിങ് റെപ്പന്റൻസ് അഥവാ സ്ഥായിയായ മാനസാന്തരത്തിന്റെ കാതല്. സ്ഥായിയായ മാനസാന്തരത്തിന് 2 വശങ്ങളും. ഒന്നാമത്തേത് കണ്ടിന്യൂസ് റെപ്പന്റൻസ്, അതായത് ഇപ്പോ പാപത്തിൽ നിന്ന് അകന്ന് കുറെ കാലമായി ജീവിക്കുന്നു, ഇനി കുഴപ്പമൊന്നും, അല്ലെങ്കിൽ അങ്ങനെയല്ല മനോഭാവം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരിക്കലും സൈക്ലിംഗ് നിർത്തിയാൽ വീഴും എന്നുള്ളതുപോലെ അവിരാമമായി എൻ്റെ ജീവിതാവസ്ഥയെ സംബന്ധിച്ച്, എൻ്റെ പാപാവസ്ഥയെ സംബന്ധിച്ച് പ്രവർത്തിയാലും നിരൂപണയാലും വാക്കാലും ഉപേക്ഷയാലും ഞാൻ ചെയ്ത പാപങ്ങളെ സംബന്ധിക്കുന്ന നിരന്തരമായ അനുതാപവും എനിക്ക് എന്നെ കുറിച്ച് തന്നെയുള്ള ബോധ്യവുമാണ് കണ്ടിന്യൂസ് റെപ്പന്റൻസിന്റെ, അവിരാമ അനുതാപത്തിന്റെ അടിസ്ഥാനം. അതായത് ദൈവം താങ്ങിയില്ലെങ്കിൽ ഏത് നിമിഷവും ഞാൻ വീഴാം എന്നത് അവിരാമ അനുതാപത്തിന്റെ കാതലാണ്. അതുപോലെ തന്നെയാണ് പ്രതിരോധാത്മക അനുതാപം അഥവാ പ്രിവെന്റീവ് റെപ്പന്റൻസ്. പ്രിവെന്റീവ് റെപ്പന്റൻസില് നമ്മൾ ഈ അനുതാപം വഴിയായി പാപസാധ്യതകളിൽ നിന്ന് മാറാനുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്ന് വ്യവച്ഛേദിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ഥായിയായ മാനസാന്തരത്തിന്റെ മനോഭാവങ്ങൾ അത് അവിരാമമായിരിക്കണം. രണ്ടാമത്തേത്, പാപങ്ങളിൽ നിന്നും അതിന്റെ പരിണിത നൈമിഷിക സുഖങ്ങളിൽ നിന്നും
എന്നേക്കുമായി വിട വേണമെന്ന ഉറച്ച അനുതാപപരമായ ഒരു തീരുമാനം. എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ് എന്ന ആ ഒരു ഒരിക്കലും നമുക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധ്യമല്ല. ഒന്നുകിൽ ലോകത്തിനെയും അതിന്റെ ആഡംബരങ്ങളെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെയും ക്രിസ്തു നമുക്ക് തരുന്ന നൈർമല്യത്തെയും സ്വർഗഭാഗ്യത്തെയും സേവിക്കുക. മധ്യത്തില് നമുക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല. അതിനെ നമുക്ക് സ്പിരിച്വൽ പോളറൈസേഷൻ അഥവാ ആധ്യാത്മിക ധ്രുവീകരണം എന്ന് വിളിക്കാം. ഒരു മാഗ്നറ്റിക് ബാറിന്റെ രണ്ടു വശങ്ങളിലുമാണ് ഇരുമ്പ് പൊടികൾ ഉണ്ടാവുക, മധ്യത്തിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ ക്രിസ്തുവിന് അനുകൂലം, അല്ലെങ്കിൽ ക്രിസ്തുവിന് പ്രതികൂലം. ക്രിസ്തുവിന് അനുകൂലമായി ജീവിതം കെട്ടിപ്പടുക്കാൻ അവിരാമ അനുതാപവും പ്രതിരോധാത്മക അനുതാപവും ഏറെ സഹായകരമാണ്. ഇനി അതിനു വേണ്ടുന്ന 10 സ്റ്റെപ്പുകൾ വളരെ പെട്ടെന്ന് നമ്മൾ കടന്നു പോവുകയാണ്. ആ 10 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് കൂദാശകൾ വേണ്ട വിധം ഒരുങ്ങി സ്വീകരിക്കുന്നു. മാർ നെസ്തോറിയോസിന്റെ കുർബാനക്രമത്തിൽ ഈ ഒരുക്കത്തെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ വിവരണാത്മകമായ ഒരു ഭാഗം. എന്നെ സഹായിച്ചു രക്ഷിക്കണമേ, വീണുപോയി എന്നെ എഴുന്നേൽപ്പിക്കണമേ, നിസ്സാരനായി എന്നെ ഉയർത്തണമേ, പാപിയായി എന്നിൽ കനിയണമേ, എന്റെ കുറ്റങ്ങൾ അവഗണിച്ചെന്റെ പ്രാർത്ഥനകൾക്ക് ഈ യാതന സ്വീകരിക്കുകയും നിന്റെ മാർഗത്തിലൂടെ എന്നെ നടത്തുകയും നിന്റെ വാഗ്ദാനങ്ങളിൽ എന്നെ ഉറപ്പിക്കുകയും നിന്റെ രഹസ്യങ്ങളിൽ എന്നെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഇത് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ളതാണ്. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ മനോവിശ്വാസത്തോടെ നിൽക്കാൻ എന്നെ യോഗ്യനാക്കുകയും ചെയ്യണം. ഇത് എളിമയുടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്, എന്റെ ദുർബലതകളെ കുറിച്ചുള്ള കൃത്യമായ അവബോധത്തിന്റെ ചിത്രമാണ്. ഈ മനോഭാവത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന മാത്രമല്ല എല്ലാ കൂദാശകളും സ്വീകരിക്കേണ്ടത്. ഒരു സമ്പ്രദായം എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു കടമുണ്ട് എന്ന നിലയ്ക്ക് അലസമായി നിൽക്കുകയും അശ്രദ്ധമായി പങ്കെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആധ്യാത്മിക പുരോഗതി സംസിദ്ധമാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വ്യക്തിപരമായ പ്രാർത്ഥന. ഈശോ വ്യക്തിപരമായി പിതാവുമായി സംഭാഷണം നടത്തിയതിന്റെ നേർചിത്രങ്ങൾ നമ്മുടെ സുവിശേഷത്തിൽ എപ്പോഴും നാം കാണുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. അതിനാൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥനയുടെ വാക്കുകൾ നിഷ്ഫലമാണ്. സുവിശേഷം വായിക്കും, മറ്റുള്ളവരുടെ ഒത്ത് കൊന്ത ചൊല്ലും, കുറച്ച് പ്രൊഫഷണൽ പ്രയർ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഹൃദയത്തെ ഉയർത്തിയില്ലെങ്കിൽ പ്രാർത്ഥന നിഷ്ഫലമാകുന്നു. എളിമയുള്ള ഹൃദയത്തോടു കൂടെ ദൈവത്തെ തേടുമ്പോഴാണ് പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന എന്നത് ഒരു കടമ എന്നതിനേക്കാളും ഒരു അനുഭവമായി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തലത്തിലേക്ക് മാറും. അതുപോലെ തന്നെ തീർച്ചയായും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു സംഗതിയാണ്. ആരുടെയും നിർബന്ധമില്ലാതെ, ആരുടെയും ഇടപെടലുകളില്ലാതെ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിരഹൃദയത്തെ ചൊരിയുക. ഇതിൽ ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന മനോഭാവം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഏറെ സഹായകരമാണ്. അനുദിനമുള്ള ദിവ്യബലി, കൊന്ത, വിശുദ്ധരോടുള്ള ഭക്തി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയിലെ സജീവമായ പങ്കാളിത്തം എന്നിവ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള ഇന്ധനം. അതില്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഈ ദിവ്യബലിയും കൊന്തയും വിശുദ്ധരോടുള്ള ഭക്തിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയിലെ സജീവ പങ്കാളിത്തവും ഒക്കെ നമ്മളെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുന്നു. അതില്ലാതെ ഇതില്ലാതെ അതും ഉണ്ടാവില്ല. എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:40 കാലങ്ങൾ ഭേദിച്ച് നമ്മളോട് കർത്താവ് ചോദിക്കുന്ന, സൗഹൃദത്തിന് വേണ്ടി കൊതിക്കുന്ന കർത്താവിന്റെ ഒരു ചോദ്യമായി അത് ഗണിക്കുന്നതല്ലേ യുക്തി? വീണ്ടും വിശുദ്ധ ഗ്രന്ഥ വായന. മൂന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥ വായനയാണ്. കൂദാശകളുടെ സ്വീകരണം, വ്യക്തിപരമായ പ്രാർത്ഥന, വിശുദ്ധ ഗ്രന്ഥ വായന. ഹെബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും
വിവേചിക്കുന്നതുമാണ്. ഈ വാക്കിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എന്നാലും വളരെ ഒതുക്കത്തിലും പെട്ടെന്നും പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് ആ വചനം വായിക്കുന്ന സമയത്ത് ഒരു വേള നമുക്ക് ബാധകമാണെന്ന് തോന്നാനില്ല. സജീവമാണ്. പക്ഷെ അത് ഊർജം വമിപ്പിക്കും. എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ആ വചനം ഓർമ്മ വരും. അത് നമ്മളിൽ പ്രവർത്തിക്കും. അത് നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ പോകാനുള്ള എല്ലാ സന്ധിബന്ധങ്ങളിലുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. അതിലും മജ്ജ നമ്മുടെ നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മജ്ജ. അത് വെറും അറിവിൽ മാത്രമേ ഉള്ളൂ. മജ്ജ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ അറിവിനകത്തേക്ക് കടന്നു വരും. അങ്ങനെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ചിന്തകളെയും നമ്മുടെ ഇന്റൻഷൻസിനെയും എല്ലാത്തിനെയും അത് പ്രിയോറിറ്റൈസ് ചെയ്യും. വചനം വായിക്കുന്നത് വഴിയായി ഒരു പുതിയ വ്യക്തിയായി, ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടായി, പുതിയ ഊർജം ഉണ്ടായി, നമ്മൾ തന്നെ മാറുന്നു എന്നാണ് എബ്രായലേഖനത്തിന്റെ 4:12 നമ്മളോട് പറയുന്നത്. സങ്കീർത്തനം 119:17 നമ്മുടെ മുഖമുദ്രയായിരിക്കട്ടെ, നമ്മുടെ മോട്ടോ ആയിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചെയ്യണം. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ യാതൊരുവനും എന്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ വായന എന്നത് ദൈവം തരുന്ന കൃപയാണെന്നും അത് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങണമെന്നും. അടുത്തത് പരസ്നേഹ പ്രവർത്തികളാണ്. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ സഹോദരന്റെ സന്നിധിയിലേക്ക് എൻ്റെ കൈകൾ നീട്ടപ്പെടുന്നില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 13:3 ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും, അതായത് ഇതിൽ കൂടെ ഒന്നും ചെയ്യാനില്ല മനുഷ്യൻ. സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം എന്താണ്? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സ്നേഹം എന്നത് പ്രവർത്തികൾ കൂടിയുള്ള വിശ്വാസത്തിന്റെ ഒരു പരിണിത ഫലമാണ്. അതിനെ ആ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോ നമുക്കുള്ള പ്രവർത്തികൾ, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്നിൽ യഥാർത്ഥത്തിൽ സ്നേഹമില്ല. സ്നേഹത്തിന്റെ പ്രവർത്തികളാലാണ് ഞാൻ വിധിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ദാനം ദൈവത്തിന്റെ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന പത്രോസിന്റെ വാക്കുകൾ നമുക്ക് മാർഗദർശകമായിട്ട് കഴിയുന്ന പോലെ പരസ്നേഹ പ്രവർത്തികൾ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തികച്ചും ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള പരസ്നേഹ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നു എന്നല്ല, നിർബന്ധിക്കുന്നു എന്നതാണ് ശരി. അടുത്തത് ദൈവകൃപയോടുള്ള വിശ്വസ്തതയാണ്. അതായത് അത് ഈ പ്രിവെന്റീവ് റിപ്പന്റൻസിന്റെ ഒരു ഭാഗമാണ്. ഒരിക്കൽ കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു, പിന്നീട് പഴയ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് അവിശ്വസ്തമായ ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവപാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു, എളിമയോടെ പശ്ചാത്തപിച്ചു, വിശുദ്ധരുടെയും പരിശുദ്ധ കന്യാസ്ത്രീയത്തിന്റെയും മാധ്യസ്ഥം യാചിച്ചു, പാപ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞു, അവയെ ഉപേക്ഷിച്ചു. അതിനൊക്കെയുള്ള ത്യാഗപൂർണമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് ഞാൻ വിശ്വസ്തനാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അടുത്തത് ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ്. തമ്പുരാൻ തരുന്നതിനെ കൈനീട്ടി വാങ്ങണം. തമ്പുരാനോട് മറുതലിക്കരുത്. ജീവിതകാലം മുഴുവൻ ഈശോ പിതാവിന്റെ ഹിതമനുസരിച്ചാണ് ജീവിച്ചതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും. അതുകൊണ്ട് തന്നെ തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കണം. എൻ്റെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കാൻ തമ്പുരാനെ നിർബന്ധിക്കുകയല്ല വേണ്ടത്. പ്രാർത്ഥനയിൽ തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കാൻ എന്നെ ഞാൻ തന്നെ പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥനയുടെ ഒരു വലിയ ഘടകമാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്നുള്ള മനോഭാവമാണ് 6ാമതായി നമുക്ക് വേണ്ടത്. ദൈവഹിതം എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക എന്ന് നമ്മൾ ചോദിക്കും. അത് പ്രാർത്ഥനയിലൂടെ, ദൈവകൽപ്പനകളിലൂടെ, തിരുസഭയുടെ കൽപ്പനകളിലൂടെ, നമ്മുടെ തിരുസഭയുടെ പ്രമാണങ്ങളിലൂടെ, പിന്നെ ജീവിതാന്തസ്സിന് അനുസരിച്ചിട്ടുള്ള കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ അത് ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ്.
സമർപ്പിത ജീവിതം നയിക്കുന്നവർ മേലധികാരികളുമായി അനുസരണത്തിൽ കഴിയുന്നത് ദൈവഹിതത്തോടുള്ള വിധേയത്വമാണ്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിച്ച് കുട്ടികളെ പറ്റുന്നത് പോലെ അവരെ റെസ്പോൺസിബിൾ പേരൻസ് ആയിട്ട്, ഉത്തരവാദിത്വപൂർണമായ മാതാപിതാക്കളായിട്ട് അവരെ വളർത്തുന്നത് ദൈവഹിതമാണ്. കുഞ്ഞുങ്ങൾ തങ്ങളുടെ കടമയ്ക്കനുസരിച്ച വിധം പഠിക്കുകയും അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഉത്തമ കുഞ്ഞുങ്ങളായി വളരുന്നത്, ഉത്തമ പുത്രരായി വളരുന്നത് ദൈവഹിതമാണ്. തിരുസഭയുടെ പള്ളിയോട് ചേർന്ന് പോകുന്നതും അതുപോലെ തന്നെ പൂർണ്ണമായി കുടുംബം എന്ന നിലയിൽ അതുമായി സഹകരിക്കുന്നതും വ്യക്തികളായി സഹകരിക്കുന്നതും ഒക്കെ ദൈവഹിതമാണ്. ദൈവഹിതം എന്നത് ദൈവം എവിടുന്നെങ്കിലും എഴുതി ഇങ്ങോട്ട് തരുന്നതല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനാപൂർവമായ തീരുമാനങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുന്നു, തിരുസഭയിലൂടെ വെളിപ്പെടുത്തുന്നു, കൂട്ടായ്മകളിലൂടെ വെളിപ്പെടുത്തുന്നു. പിന്നെ ആത്മീയ ഗ്രന്ഥ പാരായണം, ബൈബിൾ ഭാഷ്യങ്ങൾ, ബൈബിളിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കാം, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കാം. ക്രിസ്താനുകരണം എന്ന മഹത്വപൂർണമായ വളരെ നല്ലൊരു പുസ്തകമുണ്ട്. എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്, ഇന്നും സാർത്ഥകമായിരിക്കുന്നതാണ്. കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങൾ വായിക്കാം, ആത്മീയ പുസ്തകങ്ങൾ വായിക്കാം. മതബോധന ഗ്രന്ഥം ഒരു കൈപ്പുസ്തകമായി നമ്മുടെ കയ്യിലുണ്ടാകട്ടെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇത് കാര്യം എന്താ ചോദിച്ചാൽ, നീ എന്ത് വായിക്കുന്നു പതുക്കെ നീ അതായിത്തീരുന്നു. നീ എന്ത് കാണുന്നോ വളരെ സാവധാനം നീ അതായിത്തീരുന്നു. നീ എന്ത് സംസാരിക്കുന്നോ വളരെ സാവധാനം നീ അതായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ആരായിത്തീരണം എന്നത് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ ഇടപെടുന്ന സംഗതികളിലൂടെയാണ്. ഈ പുസ്തകങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള ആത്മീയ ഗ്രന്ഥ പാരായണങ്ങൾ, ദിവ്യ വായനകൾ നമ്മുടെ ജീവിതത്തെ അറിയാതെ സ്വാധീനിക്കുന്നു, രൂപഭേദപ്പെടുത്തുന്നു, ക്രിസ്തുവിലേക്ക് നമ്മളെ വഴി. വീണ്ടും ആത്മശോധന. എന്താണ് ആത്മശോധന എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഇഗ്നേഷ്യസിലെയുള്ള ആത്മശോധനയ്ക്ക് കൃത്യമായ ഒരു പദ്ധതിയും അതിനെ ഒരു സംസ്കാരവും നോക്കി മാറ്റിയതാണ്. അദ്ദേഹമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വർക്ക് ചെയ്തത്. അത് ആത്മശോധന എന്നത് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നത്, ദൈവസമക്ഷത്തിൽ ഇരുന്നുകൊണ്ട് പരിശോധിക്കുന്നത്. എന്റെ ന്യായം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല, ദൈവസമക്ഷത്തിൽ ഇരുന്ന് കർത്താവിന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട്, കർത്താവ് തരുന്ന ദീപത്തിന്റെ പ്രഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ, ഒരു ദിവസത്തെ ജീവിതത്തെ, അല്ലെങ്കിൽ എന്റെ എല്ലാ ദിവസവുമാണ് ആത്മശോധനയെങ്കിൽ അതിനധികം സമയം പോലും വേണ്ട. അല്ല, അതാണ് ഏറ്റവും യുക്തവും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയാണ് ഞാൻ കർത്താവിനെ വാഴ്ത്താതിരുന്നത്, എവിടെയാണ് ഞാൻ കർത്താവിന് വേണ്ടുന്ന ഇടം കൊടുക്കാതിരുന്നത്, എങ്ങനെയാണ് ഞാൻ അവിടുത്തെ അനുഗ്രഹത്തോട് നന്ദി പ്രകാശിപ്പിക്കാതിരുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചെയ്യാമായിരുന്ന നന്മകൾ എന്താണ്, ചെയ്യാതെ പോയ നന്മകൾ എന്തൊക്കെയാണ്, ചെയ്ത തിന്മകൾ എന്തൊക്കെയാണ്, ഒഴിവാക്കാമായിരുന്ന തിന്മകൾ എന്തൊക്കെയാണ്, നാളെ പുണ്യപൂർണ്ണതയിലേക്ക് നടക്കാൻ ഞാൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം. അതിൻ്റെ പേരാണ് ആത്മശോധന. ചെയ്തു പോയ തെറ്റുകൾക്കും ചെയ്യാതെ പോയ ശരികൾക്കും ദൈവത്തിന്റെ മുമ്പാകെ മാപ്പപേക്ഷിക്കുന്നു. ചെയ്ത നന്മകൾക്കും ചെയ്യാതെ പോയ തിന്മകൾക്കും ദൈവത്തിന്റെ മുമ്പാകെ നന്ദി അർപ്പിക്കുന്നു. ആത്മശോധനയുടെ കാതൽ അതാണ്. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും അവിടുന്ന് നിന്നെ സംതൃപ്തനാക്കും. അടുത്തത് ആത്മീയ പിതാവിന്റെ മാർഗനിർദ്ദേശമാണ്. ആരാണ് ഈ ആത്മീയ പിതാവ് എന്ന് പറഞ്ഞാൽ? 9ാമത്തേത് ആത്മീയ പിതാവിന്റെ മാർഗനിർദ്ദേശമാണ്. നമ്മുടെ കുമ്പസാരക്കാരൻ പറ്റുമെങ്കിൽ സ്ഥിരമായി ഒരു കുമ്പസാരക്കാരനായിരിക്കുന്നത് നന്നായിരിക്കും. ഇനി ആത്മീയ നേതാവ് എല്ലാവർക്കും ഒന്നും ഉണ്ടാകുകയില്ല. അത് പലപ്പോഴും സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ഒക്കെ മാത്രമായിട്ടേ ലഭിക്കാറുള്ളൂ. അപൂർവം ചിലർ തങ്ങളുടെ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലത്. ഇനി വികാരിയച്ഛനായാലും താഴെ കുഴപ്പമൊന്നുമില്ല. വികാരിയച്ഛനെ അറിയുമല്ലോ എന്നതൊന്നും അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പിന്നെ ആകെ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കാണ്, നമ്മുടെ നാണ മനോഭാവത്തിനാണ്. അതൊരു വിഷയമല്ല. അപ്പോ ഒരു ആത്മീയ പിതാവിന്റെ മാർഗനിർദ്ദേശം എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് സംശയങ്ങൾ വരുമ്പോൾ അദ്ദേഹവുമായി കൂടിയാലോചിക്കുന്നത് ഏറെ സഹായകരമാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ആത്മീയ നേതാവ്.
അവരിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ആത്മീയ പിതാവിനെ ലഭിച്ചവർ അദ്ദേഹത്തിൽ വിശ്വാസം അനുസരിച്ച് തന്റെ ആത്മീയാവസ്ഥ തുറന്നു പറയാൻ സാധിക്കുകയും മാർഗനിർദ്ദേശം പാലിക്കുകയും ചെയ്യുന്നത് വഴിയായിട്ടാണ് യഥാർത്ഥ ഫലം ഉളവാകുന്നത്. അടുത്തത് ദൈവ സാന്നിധ്യ സ്മരണ. 10ാമത്തേത് നമ്മൾ അവസാനിപ്പിക്കുക. ദൈവ സാന്നിധ്യ സ്മരണ എന്നത് ഇതാണ്: ഏത് സമയത്തും ഞാൻ ദൈവത്തിന്റെ മുമ്പിലാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 3:16. ഈ അറിവിന്റെ പേരാ ദൈവ സാന്നിധ്യ സ്മരണ. പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലുണ്ട്. അവിടുത്തെ ഞാൻ ദുഃഖിപ്പിക്കുന്നു. ദൈവം എന്നെ കാണുന്നു. അവിടുത്തെ മുമ്പിലാണ് ഞാൻ. പാതാളങ്ങളിൽ ചെന്ന് വിളിച്ചാൽ അവിടുന്ന് അവിടെയുണ്ട്. ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് ചക്രവാളങ്ങളുടെ അപ്പുറത്തേക്ക് പോയാലും എനിക്ക് മുമ്പേ അവിടുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ദൈവസങ്കല്പത്തെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് വിവിധ സങ്കീർത്തനങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവ സാമീപ്യം എന്നത് നമ്മൾ നിരന്തരമായി ബോധ്യപ്പെടേണ്ടുന്ന ഒരു സംഗതി. ഇടയ്ക്ക് ബൈബിൾ വാക്യങ്ങൾ ഓർക്കുക, സുഹൃത ജപങ്ങൾ ഉരുവിടുക, സങ്കീർത്തനങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്ന ഓർമ്മ നമ്മളിൽ നിരന്തരമായി നിലനിർത്താൻ ഉപകരിക്കുന്നു. അതോടൊപ്പം അങ്ങനെ ഓർമ്മ മാത്രമല്ല, വ്യർത്ഥ ചിന്തകള്, അതുപോലെ തന്നെ പാപകരമായ ചിന്തകൾ, ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ദൈവ സാന്നിധ്യ സ്മരണ നമ്മെ സഹായിക്കും. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ്: സ്ഥായിയായ മാനസാന്തരം, 1 കൂദാശകൾ വേണ്ട വിധം ഒരുങ്ങി സ്വീകരിക്കുന്നത്, 2 വ്യക്തിപരമായ പ്രാർത്ഥന, 3 വിശുദ്ധ ഗ്രന്ഥ വായന, 4 പരസ്നേഹ പ്രവൃത്തികൾ, 5 ദൈവകൃപയോട് വിശ്വസ്തത, 6 ദൈവഹിതത്തോട് വിധേയത്വം, 7 ആത്മീയ ഗ്രന്ഥപാരായണം, 8 ആത്മശോധന, 9 ആത്മീയ പിതാവിന്റെ മാർഗനിർദ്ദേശം, 10 ദൈവ സാന്നിധ്യ സ്മരണ. ഏറെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാ യുവജനങ്ങളെയും ഇത്തരം ഒരു വഴിത്താരയിലേക്ക്, സ്ഥായിയായ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ ഉത്തമ സന്താനങ്ങളായി, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി, ഈശോയുടെ സാക്ഷികളായി വളരാൻ തക്കവണ്ണം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ മറിയത്തിന്റെ കരങ്ങളിലേക്ക് യുവത്വങ്ങളെ കൊടുക്കാം. നമ്മുടെ യുവത്വങ്ങളെ കൊടുത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ മുഴുവൻ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.